നമസ്കാരം, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് പ്രീവിയസ് ഇയർ UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ്. സെപ്റ്റംബർ 2024 UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൈസെൽഫ് രഹന. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഹു ഹാഡ് എൻവിഷൻ ദി ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ടു എ ഡിവൈൻ ലൈഫ് ഇൻ എ ഡിവൈൻ ബോഡി? ആരാണ് മനുഷ്യ ജീവിതത്തെ ഒരു ഡിവൈൻ ലൈഫ് ഇൻ ഡിവൈൻ ബോഡി എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എൻവിഷൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. MN റോയ്, റാം മനോഹർ ലോഹ്യ, ദീൻ ദയാൽ ഉപാധ്യായ്, ഒറോബിന്ദോ ഘോഷ്. ഇതിൽ കുറച്ചും കൂടെ ഒരു ഡിവൈനിറ്റിയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു തിങ്കർ ഒറോബിന്ദോ ഘോഷ് ആണ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് ഒറോബിന്ദോ ഘോഷ് ആയിരിക്കും. യെസ്, ഒറോബിന്ദോ ഘോഷാണ് ഹ്യൂമൻ ലൈഫിനെ ഒരു ഡിവൈൻ ലൈഫ് ഇൻ ഡിവൈൻ ബോഡി എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഒറോബിന്ദോ ഘോഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻ്റഗ്രൽ യോഗ എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ്. അദ്ദേഹം ഹ്യൂമൻ ഇവല്യൂഷനെ ഒരു ഡിവൈൻ ലൈഫ്, ഒരു ഡിവൈൻ ബോഡി, ഹ്യൂമൻ ബോഡി ഒരു ഡിവൈൻ ബോഡി ആയിട്ടും അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ ഡിവൈൻ ബോഡിയിലുള്ള ഒരു ഡിവൈൻ ലൈഫിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് ഏതൊരു ഹ്യൂമൻ ലൈഫും ഒരു ആത്യന്തമായിട്ടുള്ള എൻഡ് എന്ന് പറയുന്നത് ഒരു ഹയർ കോൺഷ്യസ്നെസ് ആണ്. അതായത് ഹയർ ആയിട്ടുള്ള ഒരു മോറൽ ഓർ ഡിവൈൻ റെലവേഷൻ എല്ലാ മനുഷ്യർക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അവർക്കൊരു ഡിവൈൻ കോൺഷ്യസ്നെസ് ലഭിക്കും. അങ്ങനെ അത്തരത്തിലുള്ളൊരു ഡിവൈനിറ്റിയിലേക്കുള്ള യാത്രയാണ് ഓരോ ഹ്യൂമൻ ലൈഫും എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഒറോബിന്ദോ ഘോഷ്. അതുകൊണ്ട് തന്നെ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക, അതുപോലെയുള്ള അത്തരത്തിലുള്ള ഒരു ഡിവൈനിറ്റി ഹ്യൂമൻ ലൈഫിനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഒറോബിന്ദോ ഘോഷ്. ഓക്കെ, സോ ഒറോബിന്ദോ ഘോഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണ് ഇൻ്റഗ്രൽ യോഗ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം ഈ ഐഡിയാസിനെ കുറിച്ചിട്ടും ഈ ഒരു സ്പിരിച്വൽ ഇവല്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് അദ്ദേഹം ബിലീവ് ചെയ്യുന്ന എന്താണ്? ഹ്യൂമൻ ലൈഫ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഇവോൾവ് ബിയോണ്ട് ഓർഡിനറി കോൺഷ്യസ്നസ് ലീഡിങ് ഇൻ ടു എ സുപ്രിമെൻ്റൽ സ്റ്റേറ്റ് വെർ ഡിവൈൻ കോൺഷ്യസ്നസ് പ്രിമേറ്റ്സ് ദി ഹ്യൂമൻ ബോഡി. അതായത് ഏതൊരു ഹ്യൂമൻ ലൈഫ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? ആ ഒരു സ്പിരിച്വൽ കോൺഷ്യസ്നസ് കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം ഓരോ ഹ്യൂമണും ജീവിക്കേണ്ടത് എന്നാണ് ഒറോബിന്ദോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ തോട്ട് മുന്നോട്ട് പോവേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹം ഇൻ്റഗ്രൽ യോഗ പോലെയുള്ള കൺസെപ്റ്റുകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് ഡിവൈൻ ലൈഫായിട്ട് ഹ്യൂമൻ ലൈഫിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒറോബിന്ദോ ആണ്. സോ ഒറോബിന്ദോയിൻ്റെ ഇൻ്റഗ്രൽ യോഗയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞല്ലോ. സോ അതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇൻ്റഗ്രൽ യോഗ ഈസ് എ ഫിലോസഫി ആൻഡ് പ്രാക്ടീസ് ഓഫ് യോഗ ഫൗണ്ടഡ് ബൈ ശ്രീ ഒറോബിന്ദോ ഘോഷ് ആൻഡ് മദർ മിറ അൽഫാസ. ഇറ്റ് എയിംസ് ടു ട്രാൻസ്ഫോം ഹ്യൂമൻ കോൺഷ്യസ്നസ് ആൻഡ് ലൈഫ് ഇൻ ടു എ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരാളുടെ പേര് കൂടെ കൊടുത്തിട്ടുണ്ട്, മദർ മിറ അൽഫാസ. ഒറോബിന്ദോ ഘോഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോറിനർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളി ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മിറ അൽഫാസ എന്നുള്ള പേര് ഓർത്ത് വെക്കണം. ഇവർ ഒരുമിച്ചാണ് അവരുടെ സ്പിരിച്വൽ ജേണിയും പൊളിറ്റിക്കൽ ജേണിയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ്റഗ്രൽ യോഗ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രാക്ടീസ് ആൻഡ് ഫിലോസഫി ഓഫ് യോഗയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ, ഓർഡിനറി ആയിട്ടുള്ള ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഇൻ്റഗ്രൽ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ കീ പ്രിൻസിപ്പിൾസ് ഉണ്ട്. സ്റ്റേജസ് എന്നോ അല്ലെങ്കിൽ എന്ത് വേണമെന്ന് നമുക്കതിന് പറയാം. ഇൻ്റഗ്രൽ യോഗയുടെ സ്റ്റേജസോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ ആയിട്ട് നമുക്ക് പറയാം. അതിലാദ്യം ഇവല്യൂഷൻ ആണ്. ഇവല്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അകത്തും ഒരു സ്പിരിച്വൽ റെലവേഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു ഹയർ കോൺഷ്യസ്നെസ് ഉണ്ട്, ഡിവൈൻ കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഇവല്യൂഷനാണ് ഇൻ്റഗ്രൽ യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഉണർന്നു വരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിവൈൻ പ്രസൻസ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി പോകുന്നത് ഒരു ഡിവൈൻ പ്രസൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഇവോൾവ് ആവണം. ഓക്കെ, ആദ്യം ഇവല്യൂഷൻ സംഭവിച്ചു, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്പിരിച്വാലിറ്റിയെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് ഡിവൈൻ പ്രസൻസ്, നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ആ ഒരു പ്രസൻസ് അനുഭവിച്ചറിയുന്ന രീതിയിലേക്ക് ഡെവലപ്ഡ് ആവുന്നു. പിന്നീട് സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നു.
അതായത് നമ്മുടെ ഓർഡിനറി ഹ്യൂമൻ കോൺഷ്യസ്നസ്സിൽ നിന്നും ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു മാറ്റം, ഒരു റിയലൈസേഷൻ സംഭവിക്കുകയാണ്. നമ്മൾ ഡിവൈൻ മാനിഫെസ്റ്റേഷൻസ് മനസ്സിലാക്കി അങ്ങോട്ടേക്കൊരു റിയലൈസേഷൻ നടത്തണം നമ്മുടെ ഹ്യൂമൻ ഓർഡിനറി കോൺഷ്യസ്നെസ്സിൽ നിന്നും. പിന്നീട് ലാസ്റ്റ് സ്റ്റേജ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. നമ്മുടെ കംപ്ലീറ്റ് ബോഡിയും നമ്മുടെ കംപ്ലീറ്റ് മൈൻഡും എന്താവുന്നു, ഒരു ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്നു, ഡിവൈൻ മാനിഫെസ്റ്റേഷൻസ് കിട്ടുന്നു. അങ്ങനെ നമ്മളൊരു ഡിവൈൻ ലൈഫിലേക്ക് പോകുന്നു. ഈ സ്റ്റേജസിലൂടെയാണ് ഇന്റഗ്രൽ യോഗ കടന്നു പോകുന്നത്. ഓക്കെ, ഇതാണ് ഒറോബിന്ദോ ഘോഷിന്റെ ബേസ് ഐഡിയ എന്ന് പറയുന്നത്. സോ ഒറോബിന്ദോ ഘോഷിന്റെ പങ്കാളിയായിട്ടുള്ള മിറ അൽഫാസയുടെ പേര് ഓർത്തു വെക്കുക, ഇന്റഗ്രൽ യോഗ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർത്തു വെക്കുക, അത് എന്താണെന്ന് ഓർത്തു വെക്കുക. ഒപ്പം തന്നെ ഒറോബിന്ദോ ഘോഷിന്റെ പ്രധാനപ്പെട്ട വർക്കായിട്ടുള്ള ദ ലൈഫ് ഡിവൈൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേരും ഓർത്തു വെക്കുക. ഓക്കെ, ഒറോബിന്ദോ ഘോഷ് എന്തിനാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്? മനുഷ്യ ലൈഫിനെയും മനുഷ്യന്റെ ബോഡിയെയും ഒരു ഡിവൈൻ ലൈഫായിട്ടും ഡിവൈൻ ബോഡി ആയിട്ടും ഒരു ഡിവൈനിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ ലൈഫിന്റെ പർപ്പസ് എന്ന രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു തിങ്കറാണ് ആര്? ഒറോബിന്ദോ ഘോഷ്. ഓക്കെ, സോ ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അതായത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ, 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റുകളും ഇന്ത്യയുടെ ന്യൂക്ലിയർ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വായിക്കാം. എ, ഇന്ത്യ will not use its nuclear powers against nuclear weapons against non-nuclear state. അതായത് നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റുകൾ, അതായത് ന്യൂക്ലിയർ പവർ സ്വന്തമായിട്ട്, ന്യൂക്ലിയർ വെപ്പൺസോ ന്യൂക്ലിയർ പവറോ സ്വന്തമായിട്ടില്ലാത്ത സ്റ്റേറ്റുകൾക്കെതിരെ ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. ഇത് ഇന്ത്യയുടെ നയമാണോ അല്ലയോ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബി, ഇന്ത്യ ഈസ് കമ്മിറ്റഡ് ടു നോ ഫസ്റ്റ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. അതായത് ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, രണ്ട് ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകൾ തമ്മിൽ, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് സ്വന്തമായുള്ള 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ആ ഡിസ്പ്യൂട്ടിന്റെ പേരിൽ ഇന്ത്യ ഫസ്റ്റ് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. നേരെ മറിച്ച് ഓപ്പോസിറ്റ് പാർട്ടി ഇന്ത്യക്കെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചു ഉപയോഗിക്കും, ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഇന്ത്യയുടെ നയം. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ വിൽ ട്രാൻസ്ഫർ ന്യൂക്ലിയർ ടെക്നോളജി ടു ഫ്രണ്ട്ലി കൺട്രീസ്. ഫ്രണ്ട്ലി കൺട്രിക്ക് വേണ്ടി കൊടുക്കാറുണ്ട്, ഇന്ത്യ ന്യൂക്ലിയർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഇതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഡി സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ വിൽ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ന്യൂക്ലിയർ അംബ്രല ടു ഇറ്റ്സ് ഫ്രണ്ട്ലി നെയ്ബറിംഗ് കൺട്രീസ് ഇൻ സൗത്ത് ഏഷ്യ. ന്യൂക്ലിയർ അംബ്രല മീൻസ് നമ്മൾ ന്യൂക്ലിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വരുന്നത്. അതാണ് ഡി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ വിൽ ഡെവലപ്പ് ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററന്റ് കാപ്പബിലിറ്റി. അതായത് ന്യൂക്ലിയർ ഡിറ്ററന്റ് കാപ്പബിലിറ്റി ഇന്ത്യ ഉണ്ടാക്കും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വരുവാണെങ്കിൽ അതിന് കൃത്യമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ ഒരു കൺട്രി ആലോചിക്കുവാണെങ്കിൽ അത് പറ്റാത്ത രീതിയിൽ, അതായത് ഇന്ത്യ വിൽ തിരിച്ചടിക്കും എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്ത്യ ന്യൂക്ലിയർ ഡെവലപ്മെന്റ് നടത്തും അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിത് വായിച്ചു വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഒരിക്കലും നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റുകൾക്കെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. ശരിയാണ്, ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണത്. രണ്ടാമത്തേത്, നോ ഫസ്റ്റ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഇന്ത്യ ഒരിക്കലും ഫസ്റ്റ് യൂസ് ചെയ്യില്ല. ശരിയാണ്, ഇന്ത്യയുടെ ന്യൂക്ലിയർ നയത്തിന്റെ ഒരു ഭാഗം തന്നെയാണത്. പിന്നെ മൂന്നാമത്തേത്, ഇന്ത്യ വിൽ ട്രാൻസ്ഫർ ന്യൂക്ലിയർ ടെക്നോളജി ടു ഫ്രണ്ട്ലി കൺട്രീസ്. അത് റോങ് ആണ്, ഇന്ത്യ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാറില്ല. രണ്ടാമത്തെ ന്യൂക്ലിയർ അംബ്രല എന്ന് പറയുന്നതും തെറ്റാണ്. ഈ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിറ്ററന്റ് കാപ്പബിലിറ്റി ഇന്ത്യ ഡെവലപ്പ് ചെയ്യും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ എയും ബിയും ഇയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ആ ഓപ്ഷൻസ് ഉണ്ടോന്ന്. ഉണ്ട്. ഓപ്ഷൻ 1 വരുന്നത് എയും ബിയും ഇയും ആണ്. അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രിനിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, കുറച്ച് പോയിന്റ്സ് ഒക്കെ. പക്ഷെ കുറച്ചും കൂടെ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഡോക്ട്രിനിലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഒന്നാമത്തത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, ഇന്ത്യ വിൽ നോട്ട് യൂസ് ന്യൂക്ലിയർ വെപ്പൺസ് അഗെയിൻസ്റ്റ് നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ്. ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഇല്ലാത്ത സ്റ്റേറ്റുകൾക്കെതിരെ ഇന്ത്യ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. രണ്ടാമത്തത്, ഇന്ത്യ ഫോളോസ് എ നോ ഫസ്റ്റ് യൂസ് പോളിസി യൂസിങ് ന്യൂക്ലിയർ വെപ്പൺസ് ഓൺലി ഇൻ റിറ്റാലിയേഷൻ. അതായത് നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് ഇന്ത്യക്കുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യ ആദ്യം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. നേരെ മറിച്ച് ഓപ്പോസിറ്റുള്ള രാജ്യം ഇന്ത്യക്കെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ റിറ്റാലിയേഷന് വേണ്ടി ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കും. Then, credible nuclear deterrence ensures strategic stability and prevents aggression. അതായത് നമ്മൾ എന്തിനാണ് ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്? ഒരിക്കലും ഒഫൻസീവ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് സ്റ്റെബിലിറ്റി മെയിൻ ചെയ്യാൻ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കിട്ടാനും നമുക്കൊരു ഓട്ടോണമി കിട്ടാനും മാത്രമല്ല
നമ്മളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫെൻസീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ത്യ ന്യൂക്ലിയർ ഡിറ്ററൻസ് എൻഷുർ ചെയ്യുന്നത്. ഇന്ത്യാസ് ന്യൂക്ലിയർ ഡോക്ട്രിൻ ഫോക്കസസ് ഓൺ മിനിമൽ ആൻഡ് റെസ്പോൺസിബിൾ ഡിറ്ററൻസ്. ഡിറ്ററൻസ് ഉണ്ടെങ്കിലും ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് മിനിമൽ ആൻഡ് റെസ്പോൺസിബിൾ, അതായത് ഓവറായി ഒഫെൻസീവ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വെപ്പൺസ് ഉണ്ടാക്കുകയോ ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് വളരെ മിനിമലായി വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി മാത്രം, നമുക്ക് ആ കപ്പാസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള രീതിയിലാണ് ഇന്ത്യ അത് ചെയ്യുന്നത്. ദെൻ സിവിലിയൻ അതോറിറ്റീസ് ആണ് ഇന്ത്യാസ് ന്യൂക്ലിയർ ആർസണൽ ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അത് കംപ്ലീറ്റ്ലി മിലിറ്ററിയുടെ കയ്യിലൊന്നുമല്ല, നേരെ മറിച്ച് ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡിസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ മെയിൻറ്റെയിൻസ് എ സെൽഫ് ഇമ്പോസ്ഡ് നോൺ പ്രോലിഫറേഷൻ സ്റ്റാൻസ് ഡെസ്പൈറ്റ് നോട്ട് സൈനിങ് ദി MPT. MPT എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ, ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയാണ്. അതായത് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു ട്രീറ്റിയാണ്. ബാൻ ചെയ്യുന്നതിന് വേണ്ടി, ബാൻ അല്ല, കൺട്രോളും റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ട്രീറ്റി കൊണ്ടുവരുന്ന സമയത്ത് 5 സ്റ്റേറ്റുകൾക്ക് മാത്രമായിരുന്നു ലോകത്തിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നത്. സോ ഈ ഒരു സമയത്ത് ഇന്ത്യ ഇതിൽ സൈൻ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല. ഇന്ത്യ പറയുന്നത് ഒരു ഡിസ്ക്രിമിനേറ്ററി ഇൻ നേച്ചർ എന്നുള്ളതാണ്. അതായത് കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം ന്യൂക്ലിയർ കപ്പാബിലിറ്റിയും മറ്റു രാജ്യങ്ങൾ അത് ഉണ്ടാക്കരുത് എന്ന് പറയുന്നതും ഒരു ഡിസ്ക്രിമിനേറ്ററി പൊസിഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ MPTയിൽ സൈൻ ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇന്ത്യ CTBTയിലും സൈൻ ചെയ്തിട്ടില്ല, കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. സോ പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ട്രീറ്റുകളിൽ നിന്ന് ഇന്ത്യ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ കൃത്യമായി നോൺ പ്രോലിഫറേഷൻ, അതായത് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഒഫെൻസീവായി വളരെ അക്രമകാരമാകുന്ന രീതിയിൽ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നതിന്, ന്യൂക്ലിയർ എനർജി ഡെവലപ്പ് ചെയ്യുന്നതിനെയൊന്നും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യ നോൺ പ്രോലിഫറേഷൻ സ്റ്റാൻസ് ഉള്ള വെപ്പണൈസ് ചെയ്യുന്നതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. ഓവറായി വെപ്പണൈസ് ചെയ്യുന്നതിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടും ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഫസ്റ്റ് യൂസ് പോളിസി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആലോചിച്ച് വെക്കണം. അത് ക്വസ്റ്റ്യനിൽ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ MPT സൈൻഡ് ആണോ, ഇന്ത്യ സൈൻഡ് അല്ല. CTBT സൈൻഡ് ആണോ, അല്ല. അങ്ങനെ ഇന്ത്യ സൈൻ ചെയ്യാത്ത കുറച്ച് ട്രീറ്റുകളും ഉണ്ട് ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കം ടുഗെദർ ടു കോണ്ടെക്സ്റ്റ് ഇലക്ഷൻ ആൻഡ് ഹോൾഡ് പവർ ഇൻ ദ ഗവൺമെന്റ്. താഴെ കൊടുത്തിരിക്കുന്ന 5 ഗ്രൂപ്പുകളിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഇലക്ഷനിൽ കോണ്ടെക്സ്റ്റ് ചെയ്യുകയും ഗവൺമെന്റിന്റെ പവർ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമാവാം. നമുക്ക് നോക്കാം. A പ്രഷർ ഗ്രൂപ്പ്, B പൊളിറ്റിക്കൽ പാർട്ടി, C ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ബിസിനസ് ലോബി, റിലീജിയസ് ഗ്രൂപ്പ്. സോ നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷനിൽ കോണ്ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയേ മതിയാവുള്ളൂ. വേറെ ഒരു ലേബലിലും നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രഷർ ഗ്രൂപ്പ് എന്ന ലേബലിലോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന ലേബലിലോ ബിസിനസ് ലോബി എന്ന പേരിലോ നമുക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ഗ്രൂപ്പുകൾക്കൊക്കെ അവരുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിങ് ഉണ്ടാക്കി ആ പാർട്ടിക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ കിറ്റക്സ് എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പ് കേരളത്തിലെ, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതരായിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും. ഈ ബിസിനസ് ഗ്രൂപ്പ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇപ്പോൾ റിലീജിയസ് ഗ്രൂപ്പ് ഒരു പർട്ടിക്കുലർ റിലീജിയൻ ആയിട്ടല്ല അവർ മത്സരിക്കുന്നത്, നേരെ മറിച്ച് ആ റിലീജിയന്റെ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ജമാഅത്ത് ഇസ്ലാമി, അതൊരു ഇസ്ലാമിക് പാർട്ടിയാണ് അല്ലേ. മുസ്ലിം ലീഗ്, കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ്, അവർ ഒരു മതം എന്ന പേരിലല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇലക്ഷനിൽ മത്സരിക്കുകയും ഗവൺമെന്റിൽ പവർ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടി മാത്രമേ വരുള്ളൂ. ഓപ്ഷനിൽ B ഓൺലി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ B ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. സോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്, B ഓൺലി. അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. യെസ്, പറഞ്ഞതുപോലെ തന്നെ ഓൺലി പൊളിറ്റിക്കൽ പാർട്ടീസ് കോണ്ടെക്സ്റ്റ് ഇലക്ഷൻ ടു ഗെയിൻ ഗവൺമെന്റൽ പവർ. പൊളിറ്റിക്കൽ പാർട്ടി ആയാൽ മാത്രമാണ് ഇലക്ഷനിൽ മത്സരിക്കാനും ഗവൺമെന്റിൽ പവർ ആവാനും പറ്റുള്ളൂ. പ്രഷർ ഗ്രൂപ്പ്സ് എന്താണ് ശരിക്കും പറഞ്ഞാൽ, ടേം എന്താണ് മീൻ ചെയ്യുന്നത്? അവര് പൊളിറ്റിക്കൽ പവർ ഇല്ലാതെ തന്നെ പോളിസി മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ പ്രഷർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷർ ഗ്രൂപ്പ്സിനെ നമുക്കിപ്പം കാസ്റ്റ് ഗ്രൂപ്പുകൾ, അതിനെ നമുക്ക് NSS പോലെയുള്ള കാസ്റ്റ് ഗ്രൂപ്പുകളെ നമുക്ക് എന്താക്കാം, പ്രഷർ ഗ്രൂപ്പ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താം. അടുത്തതായിട്ട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ പ്രഷർ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോസിന് വേണ്ടി
എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അവർക്ക് സ്പെസിഫിക് കോഴ്സുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻവിയോൺമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരാരും ഇലക്ഷനിൽ കോൺടെക്സ്റ്റ് ചെയ്യില്ല. പിന്നെ ബിസിനസ് ലോബിയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിസിനസ് ലോബീസ് കൂടുതലും ഇക്കണോമിക് പോളിസി മേക്കിങ്ങിലൊക്കെയാണ് അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. ചിലപ്പോൾ ചിലവർ പൊളിറ്റിക്കൽ പാർട്ടികൾ രൂപീകരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ കിറ്റക്സിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. ദെൻ റിലീജിയസ് ഗ്രൂപ്പും പൊളിറ്റിക്കൽ പാർട്ടി ആവാതെ അവരാരും ഡയറക്റ്റ് ഗവേണൻസിന്റെയോ അല്ലെങ്കിൽ ഇലക്ഷനിൽ മത്സരിക്കുകയോ ചെയ്യാറില്ല. ഓക്കെ, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഗുജറാൾ ഡോക്ടറിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ആൻഡ് ചൈന കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ഇൻ ക്ലൈമറ്റ് ചേഞ്ച് ടോക്സ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയും ചൈനയും ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ടോക്കിൽ കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, സിനോ ഇന്ത്യൻ ട്രേഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബാലൻസ് ട്രേഡ്. ബാലൻസ് ട്രേഡ് ആണ് ഇന്ത്യയും ചൈനയും തമ്മിൽ എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ബാലൻസ് ട്രേഡ് അല്ല, ഇന്ത്യ ട്രേഡ് ഡെഫിസിറ്റിലാണ്, അതായത് ഇന്ത്യയുടെ ലാഭം കുറവാണ്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എയും ബിയും ഡിയും ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. എയും ബിയും ഡിയും സെക്കൻഡ് ഓപ്ഷൻ അങ്ങനെയാണ്. സോ അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. NSG മെമ്പർഷിപ്പ് ഇല്ല, MPT സൈൻ ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ ഇന്ത്യ റിജക്ട് BRI ഓവർ സോവറിനിറ്റി ഇഷ്യൂസ്, നമുക്കത് സ്ട്രാറ്റജിക് ഓട്ടോണമി ഇല്ലാതാക്കുന്നുള്ള പേടിയിലാണ് നമ്മൾ BRIയുടെ പാർട്ട് ആവാത്തത്. പിന്നെ ഗ്ലോബൽ ക്ലൈമറ്റ് നെഗോസിയേഷൻസിൽ ഇന്ത്യയും ചൈനയും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ പാർട്ടാണ്. പിന്നെ നോൺ റെസിപ്രോക്കൽ ആണ് ഗുജറാൾ ഡോക്ട്രിൻ. നമ്മളൊരു നെയ്ബറിംഗ് കൺട്രീസിന്റെ ഗുഡ് വില്ലിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, തിരിച്ച് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. ഓക്കെ, പിന്നെ ഇന്ത്യ ഫേസസ് എ സിഗ്നിഫിക്കൻറ്റ് ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ചൈന. ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ഹു ഹാസ് ഗിവൺ ദ കൺസെപ്റ്റ് ഓഫ് മാനേജറിയൽ റെവല്യൂഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാനേജറിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് താഴെ പറയുന്നതിൽ ആര് കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തെ ആൻസർ ആണ്, ജെയിംസ് ബേൺഹാം. അദ്ദേഹമാണ് ഈ മാനേജറിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ 1941 ബുക്കിൽ ദ മാനേജറിയൽ റെവല്യൂഷൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ മാനേജറിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഇൻ ദ ഫ്യൂച്ചർ ഓഫ് വേൾഡ് ക്യാപിറ്റലിസം suggesting that a new ruling class of managerial professionals would come to dominate not only industrial establishment but also state agencies and other significant organizations. He argued that this managerial class would pursue its own interest and seize power through state ownership of production. അദ്ദേഹം പറയുന്നത് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് മാനേജേഴ്സ് ആരാണെന്ന് അറിയാലോ, അതായത് ഒരു ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന വളരെയധികം ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കാളികളായിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരാണ് ഈ മാനേജേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവര് പൊളിറ്റിക്കലിയും കൂടെ പവർഫുൾ ആവും എന്നാണ് ഈ മാനേജറിയൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് ഇൻഡസ്ട്രീസിനെ മാത്രമല്ല, അവർ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസിനെ മാത്രമല്ല, സ്റ്റേറ്റ് ഏജൻസീസിനെയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർഗൻസിനെയും ഒക്കെ ഡൊമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് റൂളിംഗ് ക്ലാസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ മാനേജറിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ജെയിംസ് ബേൺഹാം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. വളരെയധികം ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാനേജറിയൽ റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യലിസ്റ്റ് ഇക്കോണമിയിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സോ മാനേജറിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഓർത്ത് വയ്ക്കുക, ആ കൺസെപ്റ്റ് എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ആ പുസ്തകത്തിന്റെ പേര് ദ മാനേജറിയൽ റെവല്യൂഷൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകം ആലോചിക്കുക. 1941 ജെയിംസ് ബേൺഹാം. ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കീവേഡ് ക്വസ്റ്റ്യൻ രീതിയിൽ ഇതുപോലെ തന്നെ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ റിസൈൻസ് he or she addresses resignation letter to. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത്? കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ആ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ പലരും കൺഫ്യൂസ്ഡ് ആവും. സോ ഇത് വളരെയധികം തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പം പ്രസിഡന്റിന്റെ പ്രായം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ചോദിക്കാവുന്നതാണ്. സോ അതിൽ ഒരുപാട് പ്രാക്ടീസും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, ഓപ്ഷൻസിൽ എന്തൊക്കെയാണുള്ളത്? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്, ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഈ 4 പേരിൽ ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? ഓക്കെ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ആൻസർ. അതായത് ഇന്ത്യൻ പ്രസിഡന്റ് റിസൈൻ ചെയ്യുമ്പോൾ ആ റെസിഗ്നേഷൻ ലെറ്റർ
കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, സോ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇലക്ട് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയുള്ള. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ പ്രസിഡന്റിന്റെ റെസിഗ്നേഷൻ ലെറ്റർ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനാണ്. രണ്ടാമത്, ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ടറൽ കോളേജ് ആണ്, കംപ്രൈസിംഗ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ് യൂസിംഗ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വിത്ത് എ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഏത് ഇലക്ഷൻ മെത്തേഡാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം ആണ് വിത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. അതായത് നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് എന്താണ്? FTPT ആണ്, അതായത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റമാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. ഒപ്പം തന്നെ ഒരു ഇലക്ട്രൽ കോളേജ് ആണ് പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്? രാജ്യസഭയിലെയും ലോകസഭയിലെയും മെമ്പേഴ്സും പിന്നെ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സും ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു പ്രസിഡന്റിന്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്? ഒരാൾക്ക് പ്രസിഡന്റായി റൺ ചെയ്യണമെങ്കിൽ അയാൾക്കുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്? 35 years ഓൾഡ് ആയിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, ഒപ്പം തന്നെ ഒരു ലോകസഭാ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളും ആയിരിക്കണം. അതായത് കേസിലൊന്നും പെടാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസും കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്. ഒപ്പം തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 5 years ആണ്. പിന്നെ പ്രസിഡന്റ് റീ ഇലക്ഷൻ എലിജിബിൾ ആണ്. എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് റീ ഇലക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കാം, അതിനുള്ള എലിജിബിലിറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, ദെൻ റിമൂവൽ പ്രോസസ്സ്, അതായത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ റിമൂവൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 61 ഇന്ത്യൻ പ്രസിഡന്റിന്റെ റിമൂവൽ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത്. അതിന് ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് ഇംപീച്ച്മെന്റ് എന്നാണ് പറയുന്നത്. ഈ ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിനെ എന്താണ് ചെയ്യുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 61 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇൻഫർമേഷൻസ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു ഇലക്ടറൽ കോളേജ് ആണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. ആ ഇലക്ടറൽ കോളേജിൽ പാർലമെന്റിലെ ബോത്ത് ഹൗസസിൽ നിന്നുള്ള മെമ്പേഴ്സും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ നിന്നുള്ള മെമ്പേഴ്സും ഉണ്ടാവും. സോ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇലക്ടറൽ കോളേജ് തന്നെയാണ്. പക്ഷേ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ മെമ്പേഴ്സ് ഉണ്ടാവില്ല. അവർ ഇൻവോൾവ് ചെയ്യാതെ ലോകസഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ് ചേർന്നിട്ടാണ് വൈസ് പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, എലിജിബിലിറ്റി 35 വയസ്സ്, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഒരു ലോകസഭാ മെമ്പർക്ക് വേണ്ടിയിട്ടുള്ള എലക്ഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ തികഞ്ഞ ഒരാളായിരിക്കണം. പിന്നെ 5 years ആണ് ടെന്യൂർ, റീ ഇലക്ഷൻ എലിജിബിൾ ആണ്. പക്ഷെ 2 തവണയിൽ കൂടുതലൊന്നും അങ്ങനെ പ്രസിഡന്റ് ആവാറില്ല പൊതുവെ ഇന്ത്യയിൽ. പിന്നെ റിമൂവൽ പ്രോസസ്സ്, ഇംപീച്ച്മെന്റ് പ്രോസസ്സ് ആർട്ടിക്കിൾ 61 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിക്കാം. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഗവൺമെന്റ് പ്രൊവൈഡ്സ് റിസോഴ്സസ് ഫോർ ദി ഇലക്ഷൻ ക്യാമ്പയിൻ. ഇലക്ഷൻ ക്യാമ്പയിനിൽ ഗവൺമെന്റ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ബി, നോ പാർട്ടി ഓർ കാൻഡിഡേറ്റ് ക്യാൻ ബ്രൈബ് ഓർ ത്രെട്ടൺ വോട്ടേഴ്സ്. വോട്ടേഴ്സിനെ ത്രെട്ടൺ ചെയ്യാനോ അവർക്ക് ബ്രൈബ് ചെയ്യാനോ ഒരു പാർട്ടിയും ഒരു കാൻഡിഡേറ്റും ശ്രമിക്കാൻ പാടില്ല. ഇതൊക്കെ ഇലക്ഷനിലെ കോഡ് ഓഫ് കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കേട്ടോ. No party or candidate can use any place of worship for election propaganda. ഇലക്ഷൻ പ്രൊപ്പഗാണ്ടയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഉപയോഗിക്കാൻ പാടില്ല. ഒരു പാർട്ടിയും ഒരു കാൻഡിഡേറ്റും അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റിലുണ്ട്. No party or candidate can appeal to voters in the name of caste or religion. റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ പേരിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പാടില്ല. Once the elections are announced, ministers shall not lay the foundation stone of any project or make any promises to the voters. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ ഇലക്ഷൻ അങ്ങ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നാട് മുഴുവൻ ഉദ്ഘാടനവും കാര്യങ്ങളും ആയിരിക്കും. അങ്ങനെയൊന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ എതിരെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ ലിറ്ററൽ സെൻസിൽ നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഇതൊക്കെ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വായിച്ച സ്ഥിതിക്ക് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അതായത് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള യാതൊരു ഫണ്ടും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊക്കെ പാർട്ടികളുടെയും കാൻഡിഡേറ്റ്സിൻ്റെയും കയ്യിൽ നിന്ന് മാത്രം എടുക്കുന്നതാണ്. അവർക്ക് അതുകൊണ്ടാണ് ഒരുപാട് പ്രൈവറ്റ് ഫണ്ടിങ്ങും ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ അവരെ അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല കറപ്ഷൻസും പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. സോ കൃത്യമായിട്ട് നമുക്കൊരു ഇലക്ഷനിലൊക്കെ മത്സരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫണ്ടിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. സോ ഈ ഫണ്ടൊന്നും ഒറ്റയ്ക്കൊരു പാർട്ടിക്കോ ഒരു കാൻഡിഡേറ്റിനോ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവർക്കപ്പോൾ വലിയ ബിസിനസ് ഗ്രൂപ്പുകളുടെ ഒക്കെ സഹായം കിട്ടും. അങ്ങനെയാണ് ഇവരൊരു ബിസിനസ് പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുടെ ഒരു ടൈപ്പിലൊക്കെയാണ് ഇവർ മുന്നോട്ട് പോവുക.
സോ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓക്കെ, എ ഓൺലി എന്ന് പറയുന്ന ഓപ്ഷനാണ് റൈറ്റ്. ബാക്കി എല്ലാ ഓപ്ഷൻസും റൈറ്റ് ആണ്. അതിൻ്റെ ഒരു നമുക്കൊരു എക്സ്പ്ലനേഷൻ നോക്കാം. ഗവൺമെന്റ് ഡസ് നോട്ട് ഫണ്ട് ഇലക്ഷൻ ക്യാമ്പയിൻസ്, ഒരിക്കലും ഫണ്ട് ചെയ്യില്ല, അത് നമ്മൾ പറഞ്ഞു. അവിടെ ഫണ്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ബ്രൈബറി ആൻഡ് ത്രെഡ്സ് ആർ പ്രൊഹിബിറ്റഡ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ത്രെറ്റ് ചെയ്യാനോ ബ്രൈബ് ചെയ്യാനോ പാടില്ല. രണ്ടാമത് റിലീജിയസ് പ്ലേസസ് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ പേരിൽ വോട്ട് ചോദിക്കാൻ പാടില്ല. പിന്നെ മിനിസ്റ്റേഴ്സ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനാഗുറേറ്റ് ചെയ്യാനും പാലത്തിന് കല്ലിടുക അതുപോലത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. സോ ബേസിക് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ വേണം. ഈ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ആരാണ് എഴുതി തയ്യാറാക്കുന്ന? ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. നമ്മളിത് നേരത്തെ പഠിച്ചു. ഓക്കെ, ദെൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് മോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ എൻഫോഴ്സ് ചെയ്യുന്നത്. പിന്നെ ഇവർക്കൊരു ക്യാമ്പയിൻ സ്പെൻഡിങ് ലിമിറ്റും ഉണ്ട്. അതായത് ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒരു പരിധിയിൽ കൂടുതൽ പണം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിനി എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ദ കമ്മീഷൻസ് ഓർ കമ്മിറ്റീസ് ഫോർ ഇംപ്രൂവിംഗ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഇൻ ഇന്ത്യ ഇൻ അസെൻഡിങ് ഓർഡർ. സോ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഇൻ ഇന്ത്യ എന്താണത്? ഇന്ത്യ ഒരു ഫെഡറലിസം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് അല്ലേ? അതായത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുകളുണ്ട്. ഇവർ തമ്മിൽ പവർ ഷെയറിംഗ് ഉണ്ട്, ഇവർ തമ്മിൽ ഫണ്ട് റീലൊക്കേഷൻ ഉണ്ട്, റിസോഴ്സ് അലോക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഈ സെൻട്രലിന്റെയും സ്റ്റേറ്റിന്റെയും റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി ഒരുപാട് കമ്മിറ്റികൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള വ്യത്യസ്തമായ കമ്മിറ്റികളാണുള്ളത്. ഇവരെയൊക്കെ ഒരു അസെൻഡിങ് ഓർഡറിൽ, ഏത് കമ്മിറ്റിയാണ് ആദ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയത്, പിന്നെ ഏതാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഒന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമുക്കിതിന്റെ ആൻസർ നോക്കാം. DAEB, നമുക്ക് ആ കമ്മിറ്റികളുടെ ഒക്കെ ഇമ്പോർട്ടൻസ് നോക്കാം. ആദ്യം തന്നെ ബോറെ കമ്മിറ്റി 1946 ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എങ്ങനെയൊക്കെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ട് ഗവൺമെന്റുകൾക്കും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം, ഏതൊക്കെ ഓപ്പർച്യൂണിറ്റിയിൽ വർക്ക് ചെയ്യാം, ഇതുപോലെയുള്ള കുറച്ച് റിഫോംസ് ആണ് ബോറെ കമ്മിറ്റി 1946 റെക്കമെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ളത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ് 1957. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ബിക്കോസ് ദേ ഇൻട്രൊഡ്യൂസ്ഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ബൽവന്ത് റായ് കമ്മിറ്റി, മെഹ്ത്ത കമ്മിറ്റിയാണ് 1957. അവരാണ് ഈ ഡീസെൻട്രലൈസേഷൻ, ലോക്കൽ ഗവേണൻസ് ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് രാജിൻ്റെ മാത്രം കുറച്ച് കമ്മിറ്റീസ് വേറെയും കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അശോക് മെഹ്ത്ത കമ്മിറ്റിയെ പോലെയുള്ള കമ്മിറ്റികളുണ്ട്. പിന്നെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ രാജാ മന്നാർ കമ്മിറ്റി 1969 ഫസ്റ്റ് ടു ക്രിറ്റിക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. അതായത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസും കൂടുതൽ പവറും എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് സെൻട്രൽ ഗവൺമെന്റിനായിരുന്നു. സോ രാജമന്നാർ കമ്മിറ്റി ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തു. ഒപ്പം തന്നെ സ്റ്റേറ്റിന് കൂടുതൽ ഓട്ടോണമി കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓട്ടോണമി പവർ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ വാദിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട സജഷൻ അതായിരുന്നു, സ്റ്റേറ്റിന് കുറച്ചും കൂടെ ഓട്ടോണമി അല്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് കുറച്ചും കൂടെ പവർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ദെൻ 1983 സർക്കാരിയ കമ്മീഷനാണ്. സർക്കാരിയ കമ്മീഷൻ കോപ്പറേറ്റീവ് ഫെഡറലിസം, അതായത് സെൻട്രലും സ്റ്റേറ്റും കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം, അവർ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കണം, അവരുടെ ഡിസ്പ്യൂട്ട് മെക്കാനിസം കൊണ്ടുവരണം, ഇതുപോലുള്ള റെക്കമെൻഡേഷൻസ് ആയിരുന്നു സർക്കാരിയ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 1983 സർക്കാരിയ കമ്മീഷൻ വരുന്നത്. ഈ കമ്മിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇവരുടെ ഓരോ റെക്കമെൻഡേഷനിലേക്കും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനുള്ള സമയ പരിമിതി ഉണ്ട്. പക്ഷെ കൂടുതലായിട്ടും പഠിക്കുകയും അറ്റ്ലീസ്റ്റ് ഇവർ ഫോം ചെയ്ത വർഷവും ഇവരുടെ പർപ്പസും എന്താണെന്നെങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ, പുഞ്ചി കമ്മീഷൻ 2007 പുഞ്ചി കമ്മീഷൻ വരുന്നത്. അവർ ഈ 2007 അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് ആവശ്യമുള്ള രീതിയിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് കൂടുതൽ ഫെഡറലിസത്തിലേക്ക്, ഫെഡറൽ ഫീച്ചറിലേക്ക് പോയി യൂണിയന്റെ ഒരു എന്താ പറയുക, കൂടുതലായിട്ടുള്ള ഒരു പവർ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു പുഞ്ചി കമ്മീഷന്റെ ഒക്കെ റെക്കമെൻഡേഷനിലെ ഉള്ളടക്കം എന്ന് പറയുന്നത്. സോ ഈ ഓർഡറിലാണ് ആദ്യം ബോറെ കമ്മിറ്റി, ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, രാജാ മന്നർ കമ്മിറ്റി, സർക്കാരിയ കമ്മിറ്റി, പുഞ്ചി കമ്മീഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ വരുന്നത്. ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറേഞ്ച് ദ ഫോളോയിങ് ഇന്റർനാഷണൽ റിലേഷൻ തിങ്കർ ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഇത് കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, എങ്കിലും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കുറച്ച് തിങ്കേഴ്സിന്റെ പീരീഡാണ് നമ്മൾ
ഓർത്തു വെക്കേണ്ടത് ക്രൊണോളജിക്കലി. ഇന്റർനാഷണൽ റിലേഷൻസിൽ കുറച്ച് ക്രൊണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ ക്രൊണോളജിക്കലി രേഖപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തിങ്കേഴ്സിനെ ചോദിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇവന്റ്സ് ചോദിച്ചിട്ടുണ്ട്. സോ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. കെന്നത്ത് വോൾസ്, അദ്ദേഹം ഒരു നിയോ റിയലിസ്റ്റ് തിങ്കറാണ്. ഹാൻസ് മോർഗന്തോ, അദ്ദേഹം ഒരു റിയലിസ്റ്റ് തിങ്കറാണ്. ക്ലാസിക്കൽ റിയലിസം ഹാൻസ് മോർഗന്തോ. ഫാദർ ഓഫ് റിയലിസം എന്നൊക്കെ പറയാം. പിന്നെ തൂസിഡൈഡസ് ഉണ്ട്, അദ്ദേഹം ഒരു ആൻഷ്യന്റ് തിങ്കറാണ്. അലക്സാണ്ടർ വെന്റ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്. എച്ച് കാർ, അദ്ദേഹവും റിയലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിങ്കറാണ്. സോ ഇവരുടെ ഒരു കാലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ തൂസിഡൈഡസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓപ്ഷനിലെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് സി ആണ്. ഓക്കെ. സോ അതാണ് ഈ കൺഫ്യൂസിങ്ങിന്റെ തുടക്ക സ്റ്റേജ്. അതായത് കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കും. ഓക്കെ. സോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ തിങ്കേഴ്സിൻ്റെ ഒരു ഓർഡർ നമുക്കൊന്ന് നോക്കാം. തൂസിഡൈഡസ്, അതായത് 5th century BC ജനിച്ചിട്ടുള്ള ഒരാളാണ്. ഈ ഇന്റർനാഷണൽ റിലേഷൻസിൻ്റെ ഒക്കെ തോട്ടിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ് ഈ തൂസിഡൈഡസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഒക്കെയാണ്. അപ്പം പെലപ്പനേഷ്യൻ വാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ പവർ സ്ട്രഗിളുകളെ കുറിച്ചിട്ടും നേഷൻ സ്റ്റേറ്റുകളെ കുറിച്ചിട്ടും ഒക്കെ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് പിന്നീട് വന്നിട്ടുള്ള റിയലിസം, ഐഡിയലിസം പോലെയുള്ള തോട്ടുകളുടെയൊക്കെ വളരെ ബേസസ് ആയിട്ട് ഫൗണ്ടേഷൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള തിങ്കർ EH കാറാണ്. EH കാറിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1892 തൊട്ട് 1982 വരെയുള്ള ഒരു പീരീഡാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ മോഡേൺ റിയലിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹം ഐഡിയലിസത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പേരാണ് 20 Years of Crisis. ഈ പുസ്തകങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. EH കാറിൻ്റെ പുസ്തകമാണ് ദ 20 Years Crisis. ഓക്കെ. അദ്ദേഹം അതിൽ പറയുന്ന പല കാര്യങ്ങളും മോഡേൺ റിയലിസത്തിൻ്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഐഡിയൽ ലുക്കിംഗ് ഇൻ ടു ഇന്റർനാഷണൽ റിലേഷൻസിനെ നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തിങ്കറാണ്. പിന്നീട് വന്നിട്ടുള്ളത് ഹാൻസ് ജെ മോർഗന്തോ ആണ്. ഹാൻസ് ജെ മോർഗന്തോയുടെ പീരീഡ് എന്ന് പറയുന്നത് 1904 to 1980 ആണ്. ഒരു ഫാദർ ഓഫ് ക്ലാസിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്കറാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഹാൻസ് ജെ മോർഗന്തോ. അദ്ദേഹത്തിൻ്റെ പുസ്തകം പൊളിറ്റിക്സ് അമംഗ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം ബൈബിൾ ഓഫ് റിയലിസം പോലെയുള്ള ഒരു പുസ്തകമാണ്. വളരെ ബേസിക് ആണ്. ആ പേരുകൾ മറന്നു പോരുത്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെങ്കിലും ഒരു ചോദ്യം ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ നെറ്റ് എക്സാമിനും ഉണ്ടാവും. ഓക്കെ. പൊളിറ്റിക്സ് അമംഗ് നേഷൻസ്, ഹാൻസ് ജെ മോർഗന്തോ. പിന്നെ കെന്നത്ത് വോൾസ്, അദ്ദേഹം ഒരു നിയോ റിയലിസ്റ്റിക് തിങ്കറാണ്. സ്ട്രക്ചറൽ റിയലിസം, അതായത് സ്ട്രക്ചറൽ റിയലിസം, നിയോ റിയലിസം ഇതൊക്കെ റിയലിസത്തിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. അദ്ദേഹം സ്ട്രക്ചറൽ റിയലിസ്റ്റ് തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നുള്ളതാണ്. ഓക്കെ. 1924 to 2013 വരെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അലക്സാണ്ടർ വെന്റ് ബോൺ ചെയ്യുന്ന 1958 ഈ കൂട്ടത്തിൽ ഏറ്റവും സമകാലികനായിട്ടുള്ള ഒരു തിങ്കറാണ് അലക്സാണ്ടർ വെന്റ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് സോഷ്യൽ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറി. ഓക്കെ. സോ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, ഐഡിയാസ്, വാല്യൂസ്, മോറൽസ് ഇതൊക്കെ ഇന്റർനാഷണൽ റിലേഷൻസിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ. സോ സോഷ്യൽ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നുള്ളതാണ് അലക്സാണ്ടർ വെന്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം. ഓക്കെ. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഓർഡർ. തൂസിഡൈഡസ്, EH കാർ, ഹാൻസ് ജെ മോർഗന്തോ, കെന്നത്ത് വോൾസ്, അലക്സാണ്ടർ വെന്റ്. ഓക്കെ. പിന്നെ അവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വെൻ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിൽ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ. RBI. സോ എന്താണ് RBI? എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ April 1, 1935 ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്യപ്പെടുന്നത് 1935. ഓക്കെ. The central office of Reserve Bank was initially established in Kolkata but was permanently moved to Mumbai in 1937. ആദ്യം കൊൽക്കത്തയിലാണെങ്കിലും പിന്നീട് മുംബൈയിലേക്ക് മൂവ് ചെയ്തു സെൻട്രൽ ഓഫീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. സെൻട്രൽ ഓഫീസ് ഈസ് വെയർ ഗവർണർ സിറ്റ് ആൻഡ് വെയർ പോളിസീസ് ആർ ഫോർമുലേറ്റഡ് ത്രൂ ഒറിജിനലി പ്രൈവറ്റ്ലി ഓൺഡ്. സിൻസ് നാഷണലൈസേഷൻ ഇൻ 1949 the Reserve Bank is fully owned by the Government of India. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എന്താ പറയുക, പൈസ അച്ചടിക്കുന്ന, നോട്ട് കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ഇതുപോലെയുള്ള എല്ലാ ഡ്യൂട്ടീസും ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്.
ഓക്കെ, ഇത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ച് പറയാനുള്ളത്. മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. 1935 ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് 10th ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇതുപോലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും UGC നെറ്റിൽ ഉണ്ടാവും കേട്ടോ. ഫോം ചെയ്ത ഇയർ, എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ നമ്മൾ കുറച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസും എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും UGC നെറ്റ് എക്സാമിൽ ഉണ്ടാവും. സോ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തതയോടെ ആ ഐഡിയ മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണെങ്കിൽ പോലും ഓപ്ഷൻസിൽ ചില ക്രൂക്കഡ് NDA കുറച്ച് കുഴപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷനും വരും. സോ എല്ലാവരും കൺസെപ്റ്റ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടും തറോ ആയിട്ടും പഠിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.